സമസ്ത ജമിയത്തുൽ ഉലമ സെൻട്രൽ കൗൺസിൽ സമസ്തയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് മുഅല്ലിം വിഭാഗത്തിൻ്റെ 1,00,000-ൽ പരമുള്ള മുഅല്ലിങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ആദർശ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദർശ ക്യാമ്പയിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് മറ്റന്നാൾ 17-ന് വിപുലമായ രീതിയിൽ ഒരു മധ്യമേഖല സമ്മേളനം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ആദർശ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങളാണ്. ഈ ക്യാമ്പയിൻ സമിതിയുടെ കൺവീനറാണ് തങ്ങൾ. ബഹുമാന്യനായ ഞാനൊക്കെ മോയിൻകുട്ടി മാസ്റ്റർ ജനറൽ കൺവീനർ, എൻ്റെ സ്വസംഘമുണ്ട് കോഴിക്കോട്ട്, അതിൻ്റെ കൺവീനറാണ്. മുസോഷ് മുണ്ടുപാറ നമ്മുടെ സുന്നിയ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സുപ്രഭാതൻ സിഇഒയും അതിലുപരി സ്വസംഘത്തിൻ്റെ ട്രഷറർ കൂടിയാണ് മുസ്തമാഷ്. പിന്നീട് അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനെ OPM അഷ്റഫ് SKSFിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ ക്യാമ്പയിൻ സമിതിയുടെ കൺവീനറാണ്. സലാം ഫൈസി മുക്കം ഈ സ്വസംഘത്തിൻ്റെ വർക്കിംഗ് ചെയർമാനാണ് ബഹുമാന്യനെ സലാം ഫൈസി മുക്കം. ഇത്രയും ആൾക്കാരാണ് അവിടെ പങ്കെടുത്തിട്ടുള്ളത്. KK ഇബ്രാഹിം മുസ്ലിയാർ ജമിയത്തുൽ ഉലമയുടെ സെൻട്രൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കും. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൺവീനർ ഇവിടെ പറയും. സമസ്തയുടെ 100ാം വാർഷിക മഹാസമ്മേളനം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വലിയ പങ്കുവഹിച്ചവരാണ്. കാസർഗോഡ് കുണിയൽ 2026 ഫെബ്രുവരി മാസം 4 മുതൽ 8 വരെ നടന്നു. അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് സമൂഹം ആ സമ്മേളനം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, സമസ്തക്ക് സമൂഹം നൽകിയിട്ടുള്ള വർദ്ധിച്ച പിന്തുണ, ആ പിന്തുണയിൽ അരിശം പൂണ്ടിട്ടുള്ള നമുക്കറിയാം എക്കാലവും സമസ്ത ഉണ്ടാക്കിയ അന്ന് മുതൽ തന്നെ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഈ വിദഈ പ്രസ്ഥാനക്കാർ സമൂഹത്തിൽ ചിത്രമുണ്ടാക്കി സമസ്തക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ ജനസ്വാധീനം, ഈ അംഗീകാരം, പൊതുസമൂഹത്തിൽ സമസ്തക്ക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അവർ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി. അത് പ്രകാരം ഈ വിദഈ പ്രസ്ഥാനങ്ങൾ നിരന്തരമായി വിവിധ ക്യാമ്പയിൻ നടത്തി സമസ്തയെ അവഹേളിക്കുകയും സമസ്തക്ക് വിവിധങ്ങളായ ആരോപണങ്ങൾ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ക്യാമ്പയിൻ ജമിയത്തുൽ ഉലമ നമ്മുടെ മുഅല്ലിം സമൂഹത്തിൻ്റെ ഈ കൂട്ടായ്മ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത്. അപ്പം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു അവസരമാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ ബഹുമാന്യ നിയാസ് തങ്ങൾ പറയും. പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ ബഹുമാന്യനായ ഇവിടെയുള്ള മറ്റു നേതാക്കൾ നിങ്ങളുമായി പങ്കുവെക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ പങ്കുവെക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ തങ്ങൾ ഇതിന് നേതൃത്വം നൽകും. തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള KK ഇബ്രാഹിം മുസ്ലിയാറാണ്. നമ്മുടെ ജമിയത്തുൽ ഉലമ ഈ സംവിധാനത്തിൻ്റെ സെൻട്രൽ കൗൺസിലിൻ്റെ ഉപാധ്യക്ഷനാണ് അദ്ദേഹം. ഓക്കെ, തങ്ങളെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും ശക്തവും വളരെ സജീവവും സക്രിയവുമായ കീഴ്ഘടകമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. മദ്രസ പ്രാസ്ഥാനിക രംഗത്ത് സേവനം ചെയ്യുന്ന അധ്യാപകരുടെ കൂട്ടായ്മയാണ് ജമിയത്തുൽ ഉലമ. 1,00,000-ഓളം അധ്യാപകർ ഈ മഹത്തായ സംഘടനയിലുണ്ട്. ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള 3 മാസം നീണ്ടു നിൽക്കുന്ന ആദർശ ക്യാമ്പയിൻ ആചരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം തന്നെ അതിൻ്റെ സ്ഥാപിതമായി കൊണ്ടുള്ള ലക്ഷ്യം സംരക്ഷിക്കുക, ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാലിക സാഹചര്യത്തിൽ ജമിയത്തുൽ ഉലമ ഏറ്റെടുത്തുകൊണ്ട് വളരെ ശക്തമായി കൊണ്ട് ഈ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോകുന്നത്. സൂചിപ്പിക്കപ്പെട്ടു, വിധേയ കക്ഷികൾ വളരെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി അടിത്തട്ടിലേക്ക് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ക്യാപ്സ്യൂളുകളായിക്കൊണ്ട് അടിത്തട്ടിലേക്ക് സോഷ്യൽ മീഡിയയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കവല പ്രസംഗങ്ങളിലൂടെയൊക്കെ തെറ്റിദ്ധാരണ പകർത്തും വിധം പരിശുദ്ധമായ ഇസ്ലാമിനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ചിത്രീകരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ അവസരത്തിൽ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ വിഭാഗത്തെ പ്രതികരിക്കുന്ന ആളുകളാണ് മദ്രസ പ്രസ്ഥാനം എന്നുള്ളത്.
ആ മദ്രസയിലെ അധ്യാപകരിലൂടെ കുടുംബങ്ങളിലേക്ക് വരെ പരിശുദ്ധമായ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇതിലൂടെ ജമിയത്തുൽ മുഅല്ലിമീൻ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ 3 മാസ ക്യാമ്പയിനിലൂടെ അതിൻ്റെ ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ നേരിട്ടുകൊണ്ട് 3 പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുകയാണ്. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് വിളിച്ചു കൂടിയ പത്രസമ്മേളനം പോലെ മധ്യമേഖല സംഗമമാണ്. അത് കോഴിക്കോട് വെച്ചുകൊണ്ട് ബുധനാഴ്ച 17-ാം തീയതി നടക്കുകയാണ്. നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ വയനാട്, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ ഈ ജില്ലകൾ ഉൾക്കൊള്ളുന്ന മധ്യമേഖലാ സമ്മേളനവും തൊട്ടടുത്ത ജൂലൈ മാസത്തിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ദക്ഷിണ മേഖല സംഘം, അഥവാ എറണാകുളം മുതൽ ആലപ്പുഴ, കന്യാകുമാരി വരേക്കുമുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകൾ, തെക്കൻ ഭാഗത്തുള്ള ജില്ലകളുടെ ഒരു സംഗമം ജൂലൈ മാസത്തിലും അതോടൊപ്പം തന്നെ ക്യാമ്പയിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് ഉത്തരമേഖലാ സംഗമം മംഗലാപുരത്തും വെച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലാണ് ഈ പരിപാടി ആദർശ സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ തന്നെ, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ജില്ലകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗമങ്ങൾ, ആദർശ സംഗമങ്ങൾ നടക്കുകയാണ്. ജില്ലയിലെ മഹല്ല്, അതുപോലെ തന്നെ മദ്രസ സംവിധാനങ്ങളെ നയിക്കുന്ന ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, മദ്രസ ഭാരവാഹികളൊക്കെ സംബന്ധിക്കുന്ന ജില്ലാ സംഗമങ്ങൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ മാസത്തിൽ നടക്കും. തൊട്ടടുത്ത ജൂലൈ മാസത്തിൽ ഒന്നുകൂടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് മേഖലകൾ, അഥവാ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനത്തിൽ മേഖലകൾ, അതുപോലെ തന്നെ റേഞ്ചുകൾ, ഇങ്ങനെയുള്ള ഘടകങ്ങളാണ്. ആ ജൂലൈ മാസത്തിൽ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ദക്ഷിണ മേഖലാ സമ്മേളനം സംഗമം നടക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥയുടെ ഈ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തന മേഖലയാകുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും, അതുപോലെ തന്നെ 500 റേഞ്ചുകളുണ്ട്, ആ റേഞ്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും അവിടെയുള്ള ഉസ്താദുമാർ, മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സമസ്ത സംഘ കുടുംബത്തിലെ മറ്റുള്ള ആളുകൾ, അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റേഞ്ച് സംഗമങ്ങൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് നടക്കും. അതിനുശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായി കൊണ്ടുള്ള ഇടമാകുന്ന അടിത്തട്ടിൽ ഓഗസ്റ്റ് മാസത്തിൽ വളരെ കൃത്യമായി കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗമങ്ങൾ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും അപ്രകാരം തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മദ്രസാതല മഹല്ലതല സംഗമങ്ങൾ നടക്കുകയാണ്. ഏറ്റവും അടിത്തട്ടിൽ മഹല്ലതല സംഗമവും അതുപോലെ തന്നെ മദ്രസയിൽ വെച്ചുകൊണ്ടുള്ള 2-3 സംഗമങ്ങളുമാണ് രക്ഷിതാക്കളുടെ സംഗമം, അതുപോലെ തന്നെ മാതൃസംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ, യുവജന സംഗമം, ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇതിൻ്റെ പരിപാടികൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ചേളാരിയിൽ നടന്നിട്ടുള്ള ഇതിൻ്റെ പ്രചാരകരാകുന്ന, ഇതിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രഭാഷക ശില്പശാല വളരെ കൃത്യമായി കൊണ്ട് തന്നെ ചേളാരിയിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. തൊട്ടടുത്ത ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലഘുലേഖ വിതരണങ്ങൾ, ഓൺലൈൻ പ്രചരണങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള സംവാദങ്ങൾ, വിവിധങ്ങളായ പ്രചരണ പരിപാടികളൊക്കെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചുകൊണ്ട് ചേർന്നിട്ടുള്ള ഈ മധ്യമേഖലാ സമ്മേളനത്തിൻ്റെ സ്വാഗതസംഘം മീറ്റിംഗ് വെച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഈ സമ്മേളനങ്ങൾ നടത്തുവാനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ ഘടകങ്ങളും ഈ മഹത്തായ ആദർശ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായിക്കൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ മുഷാവറ യോഗം ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങൾക്കും വേണ്ട പ്രോത്സാഹനവും അതോടൊപ്പം വിജയിപ്പിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണം ഈ ക്യാമ്പയിനോട് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. എന്തെങ്കിലും ആശയം നടത്തേണ്ടേ? നമുക്ക് ക്ലോസ് ചെയ്യാം. റിലീസ് കിട്ടിയിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ
വഖഫ് ബോർഡിന്റെ സ്ഥിതിയിലേക്ക് മാറ്റിക്കാണോ ഈ കുടുംബ വിഷയത്തിലെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത CA-യാണ് മാറ്റിയത്. അത് ഒരു നേരത്തെ സർക്കാർ അതിൽ വിമർശനം ഉന്നയിച്ചിരുന്നത് മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിരിക്കല്ലേ മുസ്ലിം അതിനെ പറ്റി കമന്റ് ചെയ്തേ മറ്റേത് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായി വഖഫ് ബോർഡ് നടത്തിയൊരു നടപടി എന്ന് മാത്രമേ നമുക്ക് കാണേണ്ടതായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത് വഖഫ് ഭൂമിയാണ് എന്ന് ബോധ്യമുള്ള വഖഫ് ബോർഡ് അത് ഉമീദ് രജിസ്റ്റർ ചെയ്തെന്നത് മാത്രം. പിന്നെ അതിൻ്റെ CEO മാറ്റിയതൊക്കെ അവരുടെ ഒഫീഷ്യൽ നടപടിക്രമമാണ്. അതിലേക്ക് നമുക്ക് ഇടപെടേണ്ടത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ബോധ്യപ്പെട്ട് വരട്ടെ, അപ്പോൾ പ്രതികരണം പറയാം. അത് ഒഫീഷ്യലായ ഒരു നടപടിക്രമം എന്നതിലപ്പുറം അതിലുണ്ട് എന്ന് എന്നൊരു ആരോപണം ഉയർന്നിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം സമസ്തയുടെ മുഖപത്രത്തില് വലിയ രീതിയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം കണ്ടിരുന്നു എഡിറ്റോറിയലിൽ. അപ്പോ അതിനെപ്പറ്റി ഏത് വിഷയമായിരുന്നു? മൊത്തത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയായിരുന്നു. മൊത്തത്തിൽ സർക്കാരിന്റെ പ്രവർത്തനത്തെ വിമർശിച്ചുകൊണ്ട് ലേഖനം വന്നിട്ടുണ്ട്. BMC-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ വിമർശനം ഉണ്ടായിരുന്നു. പത്രം എന്ന നിലക്ക് സ്വാഭാവികമായും കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള പ്രതികരണം എന്നേൽക്കാൻ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അത് സമസ്തയുടെ ഒരു അഭിപ്രായമായിട്ടല്ല പറയുന്നത്, പത്രത്തിന്റെ ഒരു അഭിപ്രായം എന്നേൽക്കാണ് ആ കാര്യം. അത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അതായത് ഇപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലെ മെമ്പർമാരുടെ വിഷയം, അതുപോലെ തന്നെ PMC-യുടെ വിഷയത്തിലൊക്കെ ഒരു ക്ലാരിറ്റി അതിൽ സർക്കാർ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു അവ്യക്തത അതിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം PMC ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് പൂർണ്ണമായും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഏറെ ആശങ്കയോടുകൂടി നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മുസ്ലിം സംഘടനകളൊക്കെ വിമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. അത് സർക്കാർ നടപ്പിലാക്കില്ല എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം അതിനെ അത്രയേറെ വിമർശനമേറ്റ ഒരു പദ്ധതിയാണ് PMC പദ്ധതി. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അക്കാര്യത്തിൽ ഏറെ ആശങ്കയുള്ളതുമാണ്. കാരണം സിലബസിൽ ഉൾപ്പെടെ അത് കടന്നു വരികയാണ്. സംഘപരിവാറിൻ്റെ ആശയങ്ങൾ അത് ഭാവിയിൽ തന്നെ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള സംഘപരിവാറിൻ്റെ നീക്കമാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം സംഘടനകൾ അതിൽ ആശങ്ക കാണുന്നുണ്ട്. ആ ആശങ്കയാണ് പത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിലൊക്കെ ഒരു വിമർശനം വൈകി അല്ല, വിമർശനം എന്നത് തൊഴിലല്ലല്ലോ. നമ്മൾ അതാത് സമയത്തുള്ള സാഹചര്യങ്ങളിൽ പത്രത്തിന്റെ വിമർശനം അല്ല ഉദ്ദേശിച്ചത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടാകുന്നത് നന്നാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളിൽ ഇത്തരം സംശയാസ്പദമായ സാഹചര്യം കാണുന്നുണ്ട്. കാരണം VC-മാർ കഴിഞ്ഞ ദിവസം പിന്നെ RSS-ന്റെ പരിപാടിയിൽ പങ്കെടുത്തു. അതൊക്കെ ആദ്യത്തെ സംഭവമാണ്, കേരളത്തിന്റെ പ്രഥമ സംഭവമാണ്. അപ്പം അത് സർക്കാർ അതിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി തന്നെ അതിനെ ഇന്നലെ പിന്നെ അതിനെതിരെ പ്രതികരണം നടത്തിയത് ആശാവഹമാണ്. അത് ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. മുഖ്യമന്ത്രി പറഞ്ഞത് മാപ്പ് പറയണമെന്നാണ്. അതിൻ്റെ പേരിൽ നടപടി എന്തായാലും ഉണ്ടാകണം. കാരണം സർക്കാരിൻ്റെ VC-മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത. നിങ്ങളുടെ സമ്മേളനത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപാപരത്വം, വ്യതിചലനം, ലിബറൽ ചിന്താഗതിക്കാരുടെ പൊള്ളത്തരങ്ങൾ എന്നിവ സമൂഹത്തിൽ ഇതൊക്കെ എന്താണ് ഈ പൊള്ളത്തരങ്ങൾ നടക്കുന്നത്? അതിനാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ഈ ക്യാമ്പയിനിലെ പ്രമേയം എന്ന് പറയുന്നത് അതിൽ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി രണ്ട് വിധി കക്ഷികളുണ്ട്. അവരുടെ ആശയ പൊള്ളത്തരം തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി രണ്ട് നിലക്ക് സുന്നികൾ അംഗീകരിക്കുന്നില്ല. ഒന്ന്, അടിസ്ഥാനപരമായി ആശയപരമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയമാണ് സുന്നി ആശയത്തിന്, സുന്നി ധാരയ്ക്ക് എതിരായിക്കൊണ്ടുള്ള ആശയമാണ് അടിസ്ഥാനപരമായി ജമാഅത്തെ ഇസ്ലാമിക്കുന്നത്. രണ്ടാമത്തെ, ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ എതിർക്കുന്നത് പിന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇവിടെ നിലനിൽക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അപകടമാണ്. അതിവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാനും പരസ്പര അകൽച്ച ഉണ്ടാക്കാനും ശത്രുത ഉണ്ടാക്കാനും സമൂഹത്തിനിടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും ഇടവരുത്തും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങളാൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനം, വിദായി പ്രസ്ഥാനങ്ങളിൽ ഒന്നാമത്തെ കക്ഷി മുജാഹിദ് പ്രസ്ഥാനം,
ആ പ്രസ്ഥാനത്തിൻ്റെയും ആശയ പൊള്ളത്തരത്തെ തുറന്നു കാണിക്കുക എന്നുള്ള ഞങ്ങളുടെ ഈ സമസ്ത ഉണ്ടാക്കിയതിൻ്റെ തന്നെ ലക്ഷ്യം. അത് ഞങ്ങൾ സമ്മേളനത്തിൻ്റെ പ്രമേയം മാത്രമല്ല, അത് 100 കൊല്ലം മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്നും അതിൻ്റെ പ്രവർത്തനമായി സജീവമായി പോകുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് അവരിപ്പോൾ ഈ നിലവിലെ പ്രത്യേക സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് സുന്നി ആശയക്കാർക്കിടയിലേക്ക് കടന്നു കയറാനും പള്ളികളിലും മഹല്ലുകളിലൊക്കെ കയറിക്കൂടാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് അവർ പുതിയ ചില പദ്ധതികൾ തയ്യാറാക്കി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന ജമീയത്തുൽ മുഅല്ലിമീൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അല്ല, രാഷ്ട്രീയമായ അടുപ്പം മാത്രമല്ല, അതായത് പൊതുസമൂഹത്തിനിടയിലേക്ക് കയറിക്കൂടാൻ, പൊതുസമൂഹത്തിന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ, പ്രത്യേകിച്ചുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഇടപെടാൻ പറ്റുന്നത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇക്കാലം അത്രയും അകന്നിരുന്നെങ്കിൽ അതിൽ വരെ അവർ കയറിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അപകടമാണ്. അത് സമൂഹത്തിനിടയിൽ വലിയ അപകടം വരുത്തി വെക്കുന്ന, അങ്ങനെയല്ല, പൊതുസമൂഹത്തിന്റെ ഭാഗമാകാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ സമീപനമായിരുന്നു ഇവിടുത്തെ എല്ലാ സംഘടനകളും സ്വീകരിച്ചിരുന്നത്. ഇപ്പം അത് മാറി, ആ സാഹചര്യം മാറി. അപ്പം അത് സമൂഹത്തിനിടയിലേക്ക് കയറാനുള്ള ശ്രമം അവർ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് സംസ്ഥാന നിയമത്തിലും അടിസ്ഥാനപരമായ പോളിസിയുടെ ഭാഗം. അല്ല, ഏത് വിഭാഗത്തോടെ അടുക്കുന്നു, രാഷ്ട്രീയമായി ഞങ്ങൾ ഇക്കാര്യത്തെ കാണുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പൊതുസമൂഹത്തിനിടയിൽ കടന്നു വന്നുകൊണ്ട് സമൂഹത്തിനിടയിലേക്ക് അവരുടെ ആശയങ്ങൾ കൊണ്ടുവന്നാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന വിപത്ത് ഞാൻ പറഞ്ഞ 2 കാരണങ്ങളാണ്. ഏതായിരുന്നു ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ. PMC വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ SKSF വളരെ കൃത്യമായ നിലപാട് എടുത്തിട്ടുള്ളതാണ് എതിരായിട്ട്. ആ സമയത്ത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിപക്ഷമാണ് ഇന്ന് ഭരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിൽ നിന്ന് PMCയിൽ നിന്ന് അകന്നു നിൽക്കും, അതിനെതിരായിട്ടുള്ള നിലപാട് കൃത്യമായി എടുക്കും എന്ന ധാരണയിലാണ് നമ്മളുള്ളത്. അല്ലാത്ത ഒരു രീതി ഉണ്ടായാൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കും. അപ്പോൾ അത് ചമച്ചുകൊട്ടേരിയും എന്നൊക്കെ പറഞ്ഞിട്ട് ദിവസമായിട്ട് അതിന് വ്യക്തത വരുത്തുന്നുണ്ട്. അത് ദിവസം ഓപ്പനാണെങ്കിലും മുഖ്യമന്ത്രിക്കാണെങ്കിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ്. അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രസംഗത്തിലെ പ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ ആവേശം മൂത്ത് പ്രസംഗിക്കും. പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുള്ള പ്രയാസങ്ങൾ പഠിക്കേണ്ടി വരും. കുറച്ച് സമയമൊക്കെ നമുക്കതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. പക്ഷെ ആ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയും നമ്മുടെ പുതുതലമുറയുടെ വിദ്യാഭ്യാസ പഠന മേഖലയിൽ വളരെ കൃത്യതയാർന്ന നിലപാടുകൾ സ്വീകരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരുകൾ എടുത്ത വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു പോയ പ്രതിപക്ഷത്തിൽ നിന്ന് കയറി വന്ന ആളുകളാണ് ഇപ്പോൾ ഭരണപക്ഷത്തുള്ളത്. എന്തായാലും ആ നിലക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഉയരാൻ അവർക്ക് കഴിയട്ടെ. അല്ലാത്ത പക്ഷം വേണ്ട രീതിയിൽ ഇടപെടേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോ ഈ സൗജന്യ ബസ് യാത്രയൊക്കെ എങ്ങനെ കാണുന്നുണ്ട്? ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ആനുകൂല്യമാണ്. അതൊക്കെ സർക്കാരിന്റെ നടപടിക്രമങ്ങളല്ലേ, ഇത് നടക്കട്ടെ. സമൂഹത്തിന് ഉപകാരമുള്ള ഏത് കാര്യങ്ങളും നല്ല ഗുണകരമാണല്ലോ, നമുക്കൊക്കെ സ്വാഗതം ചെയ്യാം. ഓക്കെ, അതെന്തായാലും ഉണ്ടാവില്ല എന്നല്ല, സർക്കാർ വഴിയുള്ള സംവിധാനം ഒരുക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. വലിയൊരു സന്തോഷമുള്ള വാർത്തയല്ലേ, സഹോദരിമാരുണ്ടല്ലേ സദസ്സിൽ, അവർക്കൊക്കെ ഉള്ള ഹാപ്പി. നമുക്കൂടി ആ സൗജന്യം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതെ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? നേരത്തെ ജമാഅത്തെ ഇസ്ലാമി വിമർശനം നടത്തിക്കൊണ്ടിരുന്ന KM ഷാജിയൊക്കെ പൂർണ്ണമായിട്ടും അതിനകത്ത് പിൻവാങ്ങി. അപ്പോൾ സമസ്തക്കാണോ, എങ്ങനെയാണ് അതിന്റെ കാര്യം? ആരെങ്കിലും കണ്ടുകൊണ്ടല്ല സമസ്തയുടെ പ്രമേയങ്ങളും സമ്മേളനം നടക്കാറുള്ളത്. സംസ്ഥ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തന്നെ 1926 അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതിയതിൽ ആദ്യത്തെ ഒന്ന് പറഞ്ഞത് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയപ്രചരണം, രണ്ടാമത് പറഞ്ഞത് ഈ ബിദഅകളെ പ്രതിരോധമാണ്. അടിസ്ഥാനപരമായ 5 ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൽ രണ്ടാമത് പറഞ്ഞത് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതിവിടെ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരുടെ ആശയ പൊള്ളത്തരം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി
പൊതുസമൂഹത്തിനിടയിൽ അവരുണ്ടാക്കുന്ന സമുദായത്തെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനും സമുദായത്തിനെ പൊതുസമൂഹത്തിനിടയിൽ മോശമായി ചിത്രീകരിക്കാനും ഇടവരുത്തിയതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവച്ച ജമാഅത്തെ ഇസ്ലാമിയാണ്. കാരണം അമുസ്ലിങ്ങൾ സംശയത്തോടുകൂടി കാണുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തിച്ചത്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അതാത് സമയത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, പ്രഭാഷണങ്ങളുണ്ട്, അതുപോലെ തന്നെ എഴുത്തുകളുണ്ട്. അനുബന്ധമായി മഹല്ല് തലം മുതൽ സ്റ്റേറ്റ് തലം വരെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ നിലവിളക്ക് കൊടുത്തൽ വിവാദമൊക്കെ സംസ്ഥാനത്തൊരു വിധിയൊക്കെ പറഞ്ഞത് ഇതേപോലെ പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടായിരുന്നു. അത് സമസ്ത മുഷാവറ അത് സംബന്ധിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞ മുഷാവറയെ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമാണ്. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് സ്വീകാര്യമാണ്. മറ്റുള്ളവർ ഇവിടെ നിർബന്ധിക്കുന്നില്ലല്ലോ. സമസ്തയുടെ അനുയായികളോട്, വിശ്വാസികളായ ആളുകളോട് ഇങ്ങനെയാവണമെന്ന് സംബന്ധിച്ചുള്ള പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സ്വീകാര്യമാണ്. അതിനെ വിയോജിക്കുന്ന ആളുകൾക്ക് വിയോജിക്കാം. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, അത്ര മാത്രമേ ആ വിഷയത്തെ കാണുള്ളൂ. ശരി, ഓക്കെ. നമ്മൾ അല്ലേ അപ്പോൾ 17-ന് 4 മണിക്കാണ് പ്രോഗ്രാം. സമസ്തയുടെ പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കണ്ടംകുളം ജൂബിലി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സഹകരണത്തിന് നന്ദി. താങ്ക് യു. ഓക്കെ.